ആക്രമണം നടന്ന് നടുനിവർത്താനുള്ള സമയം പോലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും കൊടുത്തിരുന്നുമില്ല. അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങളും അതുപോലെ വെടിവയ്പ്പുകളും അടങ്ങുന്ന തുടർച്ചയായ സായുധ ഏറ്റുമുട്ടലുകളുടെ ഒരു പരമ്പരയായിരുന്നു ശരിക്കും 2024 അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഏറ്റുമുട്ടലുകൾ എന്നത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നതിനു ശേഷം പാകിസ്ഥാൻ ഒന്ന് സന്തോഷിക്കുകയും ചെയ്തിരുന്നു. രണ്ടാം താലിബാൻ ഭരണത്തിൽ പാകിസ്ഥാനോടുള്ള നിലപാട് ശരിക്കും നല്ലതായിരുന്നില്ല. അഫ്ഗാൻ അഭയാർത്ഥികൾക്കുമേൽ പാകിസ്ഥാൻ നടത്തിയ നടപടികളാണ് യഥാർത്ഥത്തിൽ ബന്ധം വഷളാക്കാൻ നിലനിൽക്കുന്ന പ്രധാന കാരണവും. 2025 തുടങ്ങിയപ്പോഴും ഇരു കൂട്ടരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടരുകയായിരുന്നു. ഫെബ്രുവരി 3 മുതൽ ഹെൽമണ്ട് പ്രവിശ്യയിലെ ബഹ്റാം ചാ ജില്ലയിൽ പാകിസ്ഥാൻ അഫ്ഗാൻ സേനകൾ തമ്മിൽ ഇടയ്ക്കിടെ ചെറിയ തോതിലുള്ള ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2025 മാർച്ച് 2-3 തീയതികളിൽ പാകിസ്ഥാന്റെ ഫ്രോഡിയർ കോപ്സും അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ അതിർത്തി കാവൽക്കാരും തമ്മിൽ വെടിവെപ്പും നടന്നു. ഈ സാഹചര്യത്തിൽ തന്നെ ഇങ്ങോട്ടൊരു ആക്രമണവുമായി ഇന്ത്യയിലേക്ക് വരാനുള്ള പാകിസ്ഥാന്റെ ധൈര്യം യഥാർത്ഥത്തിൽ മണ്ടത്തരമായെന്ന കാര്യം പാകിസ്ഥാൻ ഒഴികെ ബാക്കി ലോകരാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങുകയും ചെയ്തു.